നമസ്കാരം. ഓം നമ ശിവായ. വിഷു സംക്രമണം നടക്കുന്ന നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം എന്നിവ കണക്കാക്കിയാണ് വിഷുബല പ്രവചനങ്ങൾ നടത്തുന്നത്. ഇതുപ്രകാരം ഏതെല്ലാം നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് വരുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ചോതി നക്ഷത്രത്തിലും കൃഷ്ണപക്ഷത്തിലെ പ്രഥമ തിഥിയിലുമാണ് വിഷു സംക്രമണം നടക്കുന്നത്. ഈ സംക്രമണം നടക്കുന്ന നക്ഷത്രവും മുൻപും പിൻപുമുള്ള നക്ഷത്രങ്ങൾ ചിത്തിര, ചോതി, വിശാഖം എന്നിവയാണ്. ഇവ ആദിശൂല നക്ഷത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവർക്ക് അനുകൂലമല്ലാത്ത ഫലമാണ് വരാൻ പോകുന്നത്. ഇവർക്ക് കാര്യതടസ്സങ്ങൾ ഉണ്ടാകും. തൊഴിൽപരമായി ശ്രദ്ധ വേണം. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. ബിസിനസ്സിൽ ഈ നക്ഷത്രക്കാർക്ക് നഷ്ടം വരാം. ധനദ്രവ്യാദി നഷ്ടങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകും. ഇത് ഒരു പൊതുവായിട്ടുള്ള നക്ഷത്രഫലമാണ്. ജാതകപ്രകാരം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർ വിഷ്ണു ഉപാസന നടത്തുന്നത് വളരെ നല്ലതാണ്. അവരവരുടെ മതാചാരപ്രകാരം വ്യാഴാഴ്ച പ്രാർത്ഥന നടത്തണം. നക്ഷത്രങ്ങൾ ഇവയാണ്: ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രങ്ങൾ. നമുക്ക് അടുത്തതിലേക്ക് വരാം. അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം നക്ഷത്രക്കാർക്ക് വിഷുബലം ഏറെ നല്ലതാണ് ഈ വർഷം. വിവാഹ തടസ്സം മാറും ഈ നക്ഷത്രക്കാരുടെ. തൊഴിലിൽ ഇവർക്ക് ഉയർച്ചയുണ്ടാകും. തൊഴിൽ നേട്ടമുണ്ടാകും. ഏറെ നാളായി ജോലി മാറാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് വളരെ നല്ല സമയമാണ് ഈ വിഷുബലത്തോടുകൂടി ഉണ്ടാകുന്നത്. ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകും. അതായത് അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം നക്ഷത്രക്കാർക്ക്. കണ്ടകശനി ദോഷങ്ങൾ ഉള്ളവർക്ക് പോലും ഈ വിഷുബലത്തോടു കൂടി വളരെ നല്ല ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ നക്ഷത്രത്തിലുള്ളവർക്ക്. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് വിഷുബലം വളരെ ഗുണമാണ് എന്നാണ് പറയുന്നത്. ഇവർക്ക് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും. നല്ല സൗഭാഗ്യങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിൽപരമായി വളരെ മികച്ച ഫലമാണ് ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങൾ മധ്യശൂല നക്ഷത്രങ്ങളാണ്. ഇവർക്ക് അത്ര അനുകൂലമല്ലാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇവർക്ക് കാര്യതടസ്സം ഉണ്ടാകും. കുടുംബത്തിൽ കലഹമുണ്ടാകും. മാത്രമല്ല വല്ലാത്ത ദുഃഖം തുടങ്ങിയവയൊക്കെ ഇവർക്കുണ്ടാകും. അസമയത്ത് ഇവർ യാത്ര നടത്തുന്നത് ഒഴിവാക്കുക. വാഹനം ഓടിക്കുന്ന ആളുകളാണെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇവർ വളരെ കരുതലോട് മുന്നോട്ട് പോയാൽ ഇവർക്ക് തടസ്സങ്ങൾ മാറ്റാം. ക്ഷേത്രങ്ങളിൽ പോവുക, ദൈവത്തെ പ്രാർത്ഥിക്കുക, തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടി ഭഗവാനോട് മനമുരുകി പ്രാർത്ഥിക്കുക, പ്രാർത്ഥനകൾ നടത്തുക. ഇങ്ങനെ പ്രാർത്ഥനകളുമായി ഇവർക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ ദോഷങ്ങൾ ഉണ്ടാകില്ല. തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. എന്നാലും ഇവർക്ക് അത്ര അനുകൂലമല്ലാത്ത ഒരവസ്ഥയാണ്. നക്ഷത്രങ്ങൾ ഒരിക്കൽ കൂടി പറയാം: അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളാണ് അവ. ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നീ നാളുകാർക്ക് വളരെ അനുകൂലമായ വിഷുബലമാണ് വരുന്നത്. ഇവർക്ക് സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകുന്നതായി കാണുന്നു. തൊഴിൽ രംഗത്ത് ഇവർക്ക് നേട്ടമുണ്ടാകും. പ്രശസ്തിയിലേക്ക് ഇവർ പോകും. വിദേശവാസം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതുണ്ടാകും. ഏറെ നാളായി വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ ജോലി സംബന്ധമായോ മറ്റ് സംബന്ധമായോ ഒക്കെ അവർക്ക് പോകാനുള്ള ഒരു അവസരം ലഭിക്കും. ഇവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നാണ് ഈ വിഷുബലം പറയുന്നത്. ബിസിനസ്, കല തുടങ്ങിയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. ഇവരുടെ പേര് ഏറെ പ്രശസ്തിയിലേക്ക് പോകും. ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ജന്മശനി ആരംഭിക്കുന്നുണ്ട്. എന്നാൽ വിഷുബലം നല്ലതായതുകൊണ്ട് ഇവരെ ജന്മശനി ദോഷം ബാധിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഈ വിഷുബലം വളരെ അനുകൂലമാണ്. ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി നക്ഷത്രക്കാരാണ് അവർ. ഇനി മകീരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക്
അന്ത്യശൂലം ഗണത്തിൽപ്പെടുന്ന നക്ഷത്രക്കാരാണ് ഇവര്. വിഷുബലം അനുസരിച്ച് ഇവർക്ക് അത്ര ഗുണകരമല്ല ഈ വിഷുബലം. കാര്യതടസ്സം, ദുഃഖം, മനക്ലേശം, തൊഴിൽപരമായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ജാതകവശാൽ നല്ല സമയമെങ്കിൽ കാര്യമായ ദോഷങ്ങൾ ഇവരെ ബാധിക്കില്ല. പക്ഷെ പൊതുവെ ഇവർക്ക് ഈ വിഷുബലം അത്ര നല്ലതല്ല. ഇവർ അവരവരുടെ മതാചാര പ്രകാരം പ്രാർത്ഥനകൾ നടത്തുക, നിത്യപ്രാർത്ഥനകൾ നടത്തുന്നത് വളരെ നല്ലതാണ്, തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി. എന്തായാലും ഇവരെ സംബന്ധിച്ച് വിഷുബലം അത്ര നല്ലതല്ല. അടുത്ത നക്ഷത്രക്കാർ എന്ന് പറയുന്നത് പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം നക്ഷത്രക്കാരാണ്. ഇവർക്കും വിഷുബലം അനുകൂലമാണ്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ നടന്നു കിട്ടും. ബിസിനസ്, തൊഴിൽ രംഗം തുടങ്ങിയവയിലൊക്കെ വളരെ വലിയ ഉയർച്ചയുണ്ടാകും. അതിൽ നിന്ന് ആശ്വാസവും സമാധാനവും ഒക്കെ ഇവർക്ക് ലഭിക്കും. സാമ്പത്തിക വിഷമതകളൊക്കെ ഇവരുടെ മാറിക്കിട്ടും. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള ബലമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം നക്ഷത്രക്കാർക്കും ഇത്തവണ വിഷുബലം അനുകൂലമാണ്. ഇതൊക്കെയാണ് വിഷുബലത്തെ പറ്റി പൊതുവേ ഉള്ള ഒരു കണക്കുകൂട്ടൽ.